ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ എടുത്തിട്ടല്ലേ. സോ ഇതൊരു 1-2 months ബിഫോർ ഉള്ളൊരു വീഡിയോ ആണ്. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വഴിയെ പറയാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സോ ഞാനായിട്ട് പറഞ്ഞുള്ളൊരു 2 months ബിഫോർ ഉള്ളൊരു വീഡിയോ ആണ്. ഞാനും നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ മൂകാംബിക പോയൊരു വ്ളോഗാണ് കേട്ടോ. ആസ് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ എൻ്റെ സിസ്റ്ററിലൂടെ കുഞ്ഞിൻ്റെ വിദ്യാരംഭം നമ്മൾ മൂകാംബികയിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. സോ ഞാൻ കുഞ്ഞിൽ പോയതാണ് കേട്ടോ. എൻ്റെയും എൻ്റെ ചിറ്റപ്പൻ്റെ മോളുടെയും വിദ്യാരംഭം ഇതുപോലെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് മൂകാംബികയിലേക്ക് പോകുന്നത്. നമ്മൾ ട്രെയിനിലാണ് ചെന്നത്. സോ അതിൻ്റെ വിഷ്വൽസ് ഞാൻ ഷോർട്സിൽ ചെറുതായിട്ടൊക്കെ ബിറ്റ് ബൈ ബിറ്റ് എടുക്കാൻ പറ്റുന്ന എടുത്തിട്ടുണ്ടായിരുന്നു. വ്ളോഗിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പറ്റുന്നതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇത് ഫസ്റ്റ് ഡേ ആയിരുന്നു. നമ്മൾ റൂമിൽ ചെന്ന് ഫ്രഷനപ്പ് ഒക്കെ ആയിരുന്നു. നമ്മൾ വളരെ ലേറ്റ് നൈറ്റാണ് എത്തിയത്. സോ എന്താ പറയുക, അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ടാക്സി എടുത്ത് ആണ് നമ്മൾ റൂമിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഫ്രഷനപ്പ് ആയി. ഒരിക്കലും ഒരു ഹാർഡ്ലി 2 hours ഒക്കെ ഉറങ്ങിയുള്ളൂ. ഉറങ്ങിയിട്ട് നമ്മൾ ഫ്രഷനപ്പ് ആയി നേരെ രാവിലെ അമ്പലത്തിൽ പോയി വിദ്യാരംഭമൊക്കെ ചെയ്തു. ആൻഡ് നമുക്ക് 3 നേരവും തൊഴാൻ പറ്റി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 3 നേരവും അവിടെ 3 രൂപമാണല്ലോ ദേവിയുടെ. അപ്പോൾ അത് നമുക്ക് തൊഴാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അത് നിങ്ങൾ ബാക്കി മുന്നോട്ട് വരുന്ന വിഷ്വൽസിൽ കാണും. കുറേ അവിടുത്തെ മെയിൻ എന്താ പറയുക, ശിവേലി വരുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയതായി ഈ പറഞ്ഞതുപോലെ. സോ നമ്മൾ രാവിലെ പോയി വിദ്യാരംഭം കാര്യങ്ങളൊക്കെ തൊഴുത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയൊക്കെ ആയപ്പോൾ വീണ്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ആക്ച്വലി കൊടജാദ്രി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഉച്ച ആയതുകൊണ്ട് നമുക്ക് ടൈം കഴിഞ്ഞു പോയി. നല്ല വെയിലും ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഈവനിങ് വീണ്ടും നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. എൻ്റെ അത് കഴിഞ്ഞ് ചുമ്മാ ഒന്ന് അവിടുത്തെ ഷോപ്സിലൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി നടക്കാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ചുമ്മാ കറങ്ങി നടന്നു. അത് നല്ല രസമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തൊന്നുമില്ല നമ്മൾ, പക്ഷെ ചുമ്മാ ഒന്ന് കറങ്ങി നടന്നു. ഇത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്രീവിയസ് ഡേ കൊടജാദ്രി പോകാൻ പറ്റാത്തത് കൊണ്ട് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഒരു 5 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ തന്നെയായിരുന്നു കേട്ടോ കൊടജാദ്രിയിൽ. ആൻഡ് അത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ ട്രെക്കിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എനിക്ക് ഭയങ്കര പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ആളാണ്. അപ്പോൾ ഇതിനും എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. ഒരുപാട് നമുക്ക് നടക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് കയറാനുണ്ട്, പറ്റുമോ. ആൻഡ് ഈ ജീപ്പ് യാത്രയെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ മറ്റിങ്ങനെ എന്താ പറയുക, ചരിഞ്ഞൊക്കെ പോകുന്ന പോലെയൊക്കെ കുറേ വീഡിയോസും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സൈറ്റഡ് ആയിരുന്നു, നെർവസ് ഒക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ആസ് യു ക്യാൻ സീ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ നമ്മളെല്ലാവരും. കാരണം അത്രയ്ക്ക് വിചാരിച്ച പോലെ ഒന്നും അങ്ങനെ പേടിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എവറിത്തിങ് വാസ് മോർ. പക്ഷെ ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് പിന്നെയും നേരെ കയറാൻ പറ്റിയത് കേട്ടോ. വെയിലുള്ള സമയത്തായിരുന്നു വന്നിരുന്നെങ്കിൽ ഒന്നും എനിക്കറിയത്തില്ല. കാരണം നമുക്ക് ആ ട്രെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ സമയത്ത് കയറിയിട്ട് നമുക്ക് പാടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഏർലി മോർണിംഗ് അവിടെ തിരിച്ചപ്പോഴത്തേക്കും ആദ്യം നിങ്ങൾ വീഡിയോ കണ്ട പോലെ വലിയ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ സൺറൈസ് ഒക്കെ ആയി വന്ന ആ ഒരു ടൈം ആയതേ ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് ബൈ 8 o'clock ഒക്കെ നമുക്ക് താഴെ ഇറങ്ങണം തിരിച്ച് ട്രെക്ക് ചെയ്തിട്ട്. അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അത്യാവശ്യം പാടായിരുന്നു എന്ന് വെച്ചാൽ അത്യാവശ്യം പാടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പോയതുകൊണ്ടും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ആസ് ഐ സെഡ് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു വലിയ വെയിലിൻ്റെയും ചൂടിൻ്റെയും കാടിൻ്റെയും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു ടൈം തന്നെ ചൂസ് ചെയ്യണം. നിങ്ങൾ കൊടജാദ്രി പോവുകയാണെങ്കിൽ ഏർലി മോർണിംഗ് ചൂസ് ചെയ്യാനായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ നടക്കുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ്. എനിക്കിതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള എനർജിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ കയറി പോകുന്നതിൻ്റെ അതിലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ വ്യൂ ആസ്വദിച്ച് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ട് അങ്ങനെ പോകാനായിരുന്നു നോക്കിയത്. കാരണം നമുക്ക് നമ്മുടെ ഡ്രൈവറായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 o'clock തിരിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ ഒരു ഫൈൻ അടയ്ക്കും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതിൻ്റെ ധൃതിയിലൊക്കെ ആയിരുന്നു.
ഹസ്ബൻഡ് പക്ഷേ പിന്നെയും കുറച്ചുകൂടെ കൂളായിട്ടൊക്കെയാണ് വന്നത്. സോ അങ്ങനെ നമ്മൾ ഫൈനലി കംപ്ലീറ്റ് ചെയ്ത് മുകളിൽ നമ്മുടെ ശങ്കരാചാര്യ പീഠത്തിന് അവിടെയൊക്കെ പോയി ജസ്റ്റ് അവിടെ കുറച്ച് ഒരു ഹാർഡ്ലി 5 minutes ഒക്കെ സ്പെൻഡ് ചെയ്ത് ജസ്റ്റ് ഇരുന്നു. ആൻഡ് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി പോകുന്നതാണ് ഈ വിഷ്വൽ കേട്ടോ. തിരിച്ച് പോയപ്പോഴൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു കയറാൻ പറ്റിയെന്നൊക്കെ ഉള്ളതിൽ. ആൻഡ് എല്ലാം സ്മൂത്ത്ലി പോയി. നമ്മൾ വിചാരിച്ചതിനേക്കാളും എവറിത്തിങ് വാസ് ബെറ്റർ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിൽ വന്ന് ഫ്രഷ്നപ്പായി ജസ്റ്റ് അമ്പലത്തിൽ കയറി വീണ്ടും ഒന്ന് തൊഴുതു. ഒരു പൂജയ്ക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് പറ്റിയില്ല. നമ്മൾ ട്രെയിൻ ടൈം കാര്യം ഡിലേ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഷടപടേന്ന് ഇറങ്ങുമായിരുന്നു. തിരിച്ചുള്ളത് വാസ് ഇത്തിരി ഹെക്ടിക്, ബട്ട് സ്റ്റിൽ വി മാനേജ്ഡ് ടു ഡു എവറിത്തിങ്. ആൻഡ് എന്താ പറയുക, നമുക്ക് 3 പൂജയും അല്ലാതെ തൊഴാൻ പറ്റിയെന്നുള്ളതായിരുന്നു നേരത്തെ പറയുന്നത്. ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ദേവി വിളിച്ചു വരുത്തി നിങ്ങൾ തൊഴുതിട്ട് പോകുന്ന പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. യെസ്, സോ അതായിരുന്നു നമ്മുടെ മൂകാംബിക യാത്ര. സോ ഹോപ്പ് യു ഓൾ ലൈക്ഡ് ആൻഡ് എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ പുതിയ വ്ലോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഒരുപാട് പേര് ചില കണ്ടന്റ് സെഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് പിന്നെയും കാണാം. ബൈ.